ഇനി പരിശോധിക്കുന്നത് മറ്റൊരു വാർത്തയാണ്. ആലപ്പുഴ മാന്നാറിൽ മക്കൾക്ക് ജ്യൂസിൽ വിഷം കലർത്തി നൽകുകയും സ്വയം കുടിക്കുകയും ചെയ്ത അച്ഛന് പിന്നാലെ മൂത്ത മകളും മരിച്ചു. മാന്നാർ ആലുമൂട് സ്വദേശി മനോജ്, മകൾ ശിവനന്ദന എന്നിവരാണ് മരിച്ചത്. രണ്ടാമത്തെ മകൾ ശിവഗംഗ പരുമറിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സാമ്പത്തിക പ്രശ്നമാണ് ഈ രീതിയിലുള്ള ഒരു ദുരന്തത്തിന്, ഒരു കൂട്ട മരണത്തിന് കാരണമായതെന്നാണ് നിഗമനം. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്. അതായത് മക്കളെ 7ഉം 11ഉം വയസ്സ് മാത്രം പ്രായമുള്ള 2 പെൺകുട്ടികളെ സ്കൂളിൽ നിന്നും കാറിൽ കൂട്ടിക്കൊണ്ടുവന്ന അച്ഛൻ അതിനിടെ അവർക്ക് ജ്യൂസ് നൽകുന്നു. ആ ജ്യൂസിൽ വിഷം കലർത്തിയിരുന്നു. അച്ഛൻ്റെ മരണം ഇന്നലെ തന്നെ സംഭവിച്ചിരുന്നു. 2 പെൺകുട്ടികൾ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇപ്പോൾ മൂത്ത മകളും മരിച്ചുവെന്ന ദുഃഖകരമായ വാർത്തയാണ് വരുന്നത്. എപ്പോഴാണ് മരണം സംഭവിച്ചത്? ഇളയ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? ടോമെ, അതീവ ദുഃഖകരമായ സംഭവമായിരുന്നു ഇന്നലെ ചേർത്തല മാന്നാറിൽ നിന്ന് ഉണ്ടായത്. ഈ 2 കുട്ടികൾ, അതായത് അച്ഛൻ മനോജ് എരമത്തൂർ സ്വദേശിയാണ്. അദ്ദേഹം തൻ്റെ മക്കൾക്ക് ജ്യൂസിൽ വിഷം നൽകിയതിനു ശേഷം മനോജും കുടിച്ച് 3 പേരും മരണത്തിലേക്ക്, ആത്മഹത്യയിലേക്ക് പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു. അതിനുശേഷം ഇളയ കുട്ടി, അതായത് മൂത്ത കുട്ടി ശിവനന്ദന, ആ കുട്ടി മരണപ്പെട്ടു. ഒപ്പം തന്നെ മനോജും മരണപ്പെട്ടു. അപ്പോൾ ഇവർ 2 പേരും ജ്യൂസ് കുടിച്ചു. അതിനുശേഷം ഇളയ കുട്ടിക്ക് കൊടുത്തപ്പോൾ അത് കയ്പാണെന്ന് പറഞ്ഞ് കുട്ടി കുടിച്ചില്ല. അതുകൊണ്ട് മാത്രമാണ് ഇളയ കുഞ്ഞ് രക്ഷപ്പെട്ടിട്ടുള്ളത്. ഇവർ എരമത്തൂർ സ്വദേശികളാണ്. മനോജ് കുറച്ച് നാളുകളായി ചില സാമ്പത്തിക പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരം. അത്തരത്തിൽ ഈ സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ ഈ ഇളയ കുട്ടി ഇപ്പോൾ ആരോഗ്യനില, അതായത് ജ്യൂസ് രുചിച്ചു മാത്രം നോക്കിയിട്ടുള്ള ഇളയ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ആദ്യം